വെറും 6 മാസം കൊണ്ട് ഡിഗ്രി സർട്ടിഫിക്കറ്റ് എന്നൊക്കെ കേട്ട് ഒരു അംഗീകാരവും ലഭിക്കാത്ത സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഇതൊന്ന് ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾ വാങ്ങിക്കുന്ന സർട്ടിഫിക്കറ്റ് വെറും ഒരു കടലാസ് കഷ്ണം മാത്രമായി പോകരുത്. PSC UGC അംഗീകാരത്തോടു കൂടി ഒരു കേന്ദ്ര ഗവൺമെന്റ് ഡിഗ്രിയാണ് നമ്മൾ നേടിയെടുക്കേണ്ടത്. ഏറ്റവും ലളിതമായ പഠന രീതിയിലൂടെ പ്രായപരിധിയില്ലാതെ കേരളത്തിൽ എവിടെയിരുന്നും പരീക്ഷ എഴുതി BA, BCom, DBA, BSW എന്ന കോഴ്സുകളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കാം ബാസ് സ്റ്റഡി സെന്ററിലൂടെ. ജോയിൻ നൗ. ഹായ് എവരിവൺ, ബാസ് ഡിസ്റ്റൻസ് ഡിഗ്രിയുടെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നമുക്കിപ്പോ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു സബ്ജക്ട് വരുന്നുണ്ട്. അപ്പൊ ഇംഗ്ലീഷ് ആണ് എക്സാമിനൊക്കെ എഴുതുമ്പോൾ അത് ഇംഗ്ലീഷിൽ തന്നെ എഴുതണം എന്നുള്ളത് കൊണ്ട് ഒരുപാട് സ്റ്റുഡൻസ് ടെൻഷൻ ആവാറുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോവാം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലേക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യപ്പെടുന്ന വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ വരുന്ന സെമിസ്റ്റർ വൈസ് ആയിട്ടാണെങ്കിലും നമുക്ക് സബ്ജക്റ്റുകളിൽ ഇംഗ്ലീഷ് ഇൻക്ലൂഡഡ് ആണ്. ഇപ്പൊ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഒരു കോമൺ പേപ്പർ ആയിട്ടാണ് വരുന്നത്. അപ്പൊ ഇംഗ്ലീഷ് എന്ന് പറയുന്ന സബ്ജക്ട് കേൾക്കുമ്പോൾ തന്നെ പല സ്റ്റുഡൻസിനും ടെൻഷൻ വരാറുണ്ട്. കാരണം അത് ഇംഗ്ലീഷ് ആണല്ലോ, എനിക്കത് എഴുതാൻ പറ്റുമോ എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് പേർക്ക് ടെൻഷൻ ആവാറുണ്ട്. ഇപ്പൊ ഇംഗ്ലീഷ് ആയതുകൊണ്ട് തന്നെ എനിക്ക് മാർക്ക് കുറയാനുള്ള ചാൻസ് കൂടുതലാണ് എന്ന് വരെ പറയുന്ന സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താന്ന് വെച്ചാൽ നമുക്കിപ്പോ ഇംഗ്ലീഷ് ആണെങ്കിലും അതല്ല ഇനിയിപ്പോ മറ്റേതൊരു സബ്ജക്റ്റ് ആണെങ്കിലും നമ്മൾ എടുക്കുന്ന എഫേർട്ട് അനുസരിച്ചാണ് നമുക്ക് അതിന്റെ റിസൾട്ട് ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഓരോ സബ്ജക്റ്റും നമുക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും എല്ലാവരും നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റ് ആണോ കുറച്ചുകൂടെ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത് ആ ഒരു സബ്ജക്റ്റ് നിങ്ങൾ ആദ്യം തന്നെ പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു പേപ്പറിൽ നമുക്ക് അത്ര വലിയ ബുദ്ധിമുട്ടില്ലാത്തൊരു പേപ്പറാണ്. ടെൻഷൻ അടിച്ച് നിങ്ങൾ എക്സാം എഴുതേണ്ടതായിട്ടുള്ള ഒരു കാര്യം വരുന്നില്ല. പക്ഷെ ഈസി ആയിട്ട് നമുക്കത് ക്രാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ആ ഒരു ടെക്സ്റ്റ് ബുക്ക് ഒക്കെ കാണുമ്പോൾ തന്നെ ടെൻഷൻ ആവുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. നമുക്ക് എന്തായാലും എക്സാമിന് വരുന്ന ഒരു പേപ്പറാണ്, അപ്പൊ നമുക്കത് ഒഴിവാക്കി വിടാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറും കാര്യങ്ങളൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ എടുത്ത് പഠിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ. അതുപോലെ തന്നെ അപ്പൊ നിങ്ങൾ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ വെച്ച് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും ഏത് രൂപത്തിലാണ് എക്സാമിന് ക്വസ്റ്റ്യൻസ് വരുന്നത്, അതെങ്ങനെയാണ് അറ്റൻഡ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും. ആ ഒരു രൂപത്തിൽ നിങ്ങൾ പഠിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഇംഗ്ലീഷ് എന്ന് പറയുന്ന സബ്ജക്ട് നമുക്ക് ഈസി ആക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. നമുക്കിപ്പോ വായിച്ചിട്ട് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ, അതായത് ഒരു തവണ ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലായിക്കൊള്ളുന്നില്ല എന്ന് കരുതിയിട്ട് നമ്മൾ ടെൻഷൻ അടിച്ച് ആ ഒരു ബുക്ക് മാറ്റി വെക്കുക, അല്ലെങ്കിൽ ആ ഒരു സബ്ജക്ട് നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൽ എന്തായാലും ഫെയിൽ ആവും. അപ്പൊ അതുകൊണ്ട് ഏത് സബ്ജക്റ്റ് ആണെങ്കിലും നിങ്ങൾ എടുക്കുന്ന എഫേർട്ട് അനുസരിച്ചാണ് നമുക്ക് അതിന്റെ റിസൾട്ട് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഒരു ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റ് ആണെങ്കിൽ ഇപ്പൊ ഇംഗ്ലീഷ് ആണെങ്കിൽ കൂടി അത് പ്രോപ്പർ ആയിട്ട് തന്നെ പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. അപ്പൊ ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ നിങ്ങൾക്കുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇതുപോലുള്ള മറ്റൊരു യൂസ്ഫുൾ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്